അപകട ഭീഷണിയിലായിരുന്ന സേനാപതി ഇല്ലിപ്പാലത്തിന് ഒടുവിൽ ശാപമോക്ഷം. പാലം പുനർനിർമ്മിക്കാൻ ബജറ്റിൽ തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് സേനാപതി വേണു MLA. നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കും. ആശങ്കയൊഴിഞ്ഞ മലയോര ജനത. രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇല്ലിപ്പാലം ഈ മഴക്കാലത്തെ അതിജീവിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു പ്രദേശവാസികൾ. റോഡ് BM&BC നിലവാരത്തിൽ നവീകരിച്ചിട്ടും കാലപ്പഴക്കം ചെന്ന പാലം പുനർനിർമ്മിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ നാട്ടുകാരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ഒടുവിൽ പരിഹാരമാകുന്നു. പാലം പുനർനിർമ്മിക്കുന്നതിനായി പുതിയ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയതായും 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നും ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു അറിയിച്ചു. സേനാപതി രാജകുമാരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഇല്ലിപ്പാലം. പണ്ട് ഇല്ലി കൊണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ പേര്. ഇപ്പോൾ ആ പാലം വളരെ ദുർബലമാണ് എന്ന് മാത്രമല്ല, പുതുതായി മുരിക്കുംതൊട്ടിയിൽ നിന്ന് ചോരക്കാലിപ്പടി വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ വന്നപ്പോൾ ഈ പാലം ഒരു വലിയ പ്രതിസന്ധി തടസ്സമായിട്ട് നിൽക്കുന്നു. ഏതായാലും ഈ ബജറ്റിൽ അതിനാവശ്യമായ പ്രൊവിഷൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 കൊല്ലത്തിനുള്ളിലെങ്കിലും ഈ പാലം യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. കുടിയേറ്റ കാലത്ത് രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പന്നിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചതാണ് ഇല്ലിപ്പാലം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാലം ഇന്ന് അതീവ അപകടാവസ്ഥയിലാണ്. 2 പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനുള്ള എളുപ്പമാർഗമാണ് മുരിക്കുംതൊട്ടി വട്ടപ്പാറ മേലെച്ചെമ്മണ്ണാർ ഉടുമ്പൻചോല റോഡ്. ഈ പാതയിലെ പ്രധാന പാലമാണ് 2022-23 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇതോടെ വലിയ ഭാരവാഹനങ്ങളുടെ കടന്നുവരവും വർദ്ധിച്ചു. എന്നാൽ റോഡ് വികസിച്ചപ്പോഴും ഈ പഴയ പാലം മാത്രം പുനർനിർമ്മിക്കുവാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. റോഡ് BM&BC നിലവാരത്തിലേക്ക് ഉയർന്നതോടെ ഈ ഇടുങ്ങിയ പാലം വലിയൊരു യാത്രാ തടസ്സമായി മാറിയിരുന്നു. 2022 പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തി 2.37 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും ഫണ്ട് അനുവദിക്കുന്നത് നീണ്ടുപോയി. എന്നാൽ നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ശാശ്വത പരിഹാരമാവുകയാണ്. ഒപ്പം കുളപ്പാറച്ചാലിൽ നിന്ന് പാലത്തിലേക്ക് വരുന്ന അപ്രോച്ച് റോഡും ഇതിനോടൊപ്പം പൂർത്തീകരിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു. ബഡ്ജറ്റിൽ തുക അനുവദിച്ചതോടെ വരും ദിവസങ്ങളിൽ തന്നെ പാലത്തിന്റെ ടെൻഡർ നടപടികളിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് കടക്കും. പുതിയ പാലവും ഒപ്പം കുളപ്പാറച്ചാലിൽ നിന്നുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമാകുന്നതോടെ മലയോര മേഖലകളിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള യാത്രാ ക്ലേശത്തിനാണ് പരിഹാരമാകുന്നത്. സിറ്റി വിഷൻ, രാജകുമാരി.